ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവനിക പറഞ്ഞനുസരിച്ച് ഗോകുലിന്റെയും അർച്ചനയുടെയും കൂടെ ആശ്രമത്തിലേക്ക് പോകാനായിട്ട് ശോഭയും റെഡിയാവുന്നു. ഈ സമയത്ത് ആശ്രമത്തിലെ കാര്യങ്ങൾ കൃത്യമായി അവന്തിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു മൂർത്തി. അവിടുത്തെ ശിവാനന്ദ യോഗിയുടെ പ്രത്യേകതകളെ കുറിച്ചും അവിടെ എത്തുന്ന ആളുകളെ, അവിടെ ചില ആളുകളെ നിയോഗിച്ചിട്ടുണ്ടെന്നും അവർ കൃത്യമായി അവിടെ എത്തിച്ചേരുന്നവരെ നിരീക്ഷിക്കുകയും അവരുടെ പ്രവൃത്തികൾ കൃത്യമായി മനസ്സിലാക്കുകയും അവിടെ എന്ത് മോശം പ്രവൃത്തികൾക്കായിട്ട് വന്നവരാണെങ്കിൽ പോലും അവരെ കൃത്യമായി അവർ കണ്ടെത്തി ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുകയാണ് അവിടുത്തെ ശീലമെന്നും മൂർത്തി ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കൃത്യമായ കരുതലോടുകൂടി വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാനെന്ന മൂർത്തിയുടെ നിർദ്ദേശം അതുപോലെ തന്നെ നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ച് അവന്തിക മൂർത്തിയെയും കൂട്ടി അവിടുന്ന് പുറപ്പെട്ടു. ശിവാനന്ദ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്ന അവന്തികയെയും മൂർത്തിയെയും അവിടെ സ്വീകരിക്കാൻ വന്ന അവിടുത്തെ സ്വാമിനി അവരുടെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾ അന്വേഷിച്ചു. ഇവിടെ ആശ്രമത്തിലെ ചികിത്സയ്ക്കായി വരുന്ന ഗോകുലും ഭാര്യയ്ക്കും ഒപ്പം സഹായിയായിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്ന് അവന്തിക അറിയിച്ചപ്പോൾ ഇവരുടെ കൂടെയുള്ള ഡ്രൈവറായ മൂർത്തിയെക്കുറിച്ചും കൃത്യമായ അന്വേഷണം സ്വാമിനി നടത്തി. ഇവിടെ ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് വേറെ റൂമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈവർ മാത്രമാണല്ലോ അല്ലേ എന്നും വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മൂർത്തിയാണെന്നും അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സ് ക്വാർട്ടേഴ്സ് മൂർത്തിക്ക് നൽകേണ്ടതില്ല എന്നും അവന്തിക പറയുന്നു. എന്തായാലും ഇവിടെ വന്നെത്തിയതിനു ശേഷമുള്ള ഇവിടുത്തെ സംസാര രീതിയും ഇവിടുത്തെ രീതികളുമൊക്കെ തന്നെ അതിശയിപ്പിക്കുകയാണ് എന്നും സത്യത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറിയതുപോലെയാണ് ഇവിടെ വന്നിറങ്ങിയപ്പോഴുള്ള സ്വാമിനിയുടെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞതും സ്വാമിനി പറഞ്ഞു, ഇവിടെ വരുന്ന പല ആളുകളും പല ആവശ്യങ്ങൾക്കായി എത്തുന്നവരാണ്. അതിൽ ദുരിതത്തോടെ എത്തുന്ന ആളുകളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. എന്തായാലും നിങ്ങൾ അകത്തേക്ക് വരൂ, സ്വാമി ധ്യാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയുടെ അരികിലേക്ക് അവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് സ്വാമിനി. അപ്പോഴേക്കും ശിവാനന്ദ യോഗികൾ പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സത്സംഗത്തിനിടയിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ തൻ്റെ ആശ്രമത്തിലുള്ള അന്തേവാസികൾക്കായി പറഞ്ഞു നൽകുന്നതിനിടയിൽ സത്സംഗം കൂടുമ്പോൾ അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങൾ നൽകുമ്പോഴാണ് ആ ആശ്രമത്തിലേക്ക് അവന്തികയുടെയും മൂർത്തിയുടെയും വരവ്. അവന്തിക അവിടേക്ക് എത്തിച്ചേരുന്നുവെന്ന് മനസ്സിലാക്കിയ ശിവാനന്ദ യോഗികൾ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള ഫലം നമ്മൾ മരിക്കുന്നത് വരെ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല. അതാണ് ഈ ലോകത്തിന്റെ നിയമം. അതുകൊണ്ട് തന്നെ എല്ലാം തനിക്ക് മാത്രമാണ് എന്ന് ചിന്താഗതിയോടെ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്നും ഈ സമൂഹത്തിലും ഈ ലോകത്തിൽ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനും നമ്മളെപ്പോലെ തന്നെ ഈ ലോകത്തിൽ സന്തോഷത്തോടെ കഴിയാനുമുള്ള അവകാശവും അധികാരവും മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യണമെന്ന് ശിവാനന്ദ യോഗികൾ എല്ലാവരോടുമായി പറഞ്ഞു. പിന്നെ നമ്മളോട് അടുത്ത് കൂടുന്നവരെല്ലാവരും തന്നെ നമ്മുടെ മിത്രങ്ങളാണെന്നും ഒരിക്കലും ധരിക്കരുത്. നമ്മളോടൊപ്പം നിന്ന് നമ്മളെ തകർത്തെറിയാനായി തക്കം പാർത്തിരിക്കുന്നവരും ഇന്ന് ഈ കാലത്ത് ധാരാളമുണ്ട് എന്ന് സ്വാമി ഓർമ്മപ്പെടുത്തുകയും മാത്രമല്ല നന്മയെ തിന്മ കൊണ്ട് ജയിക്കാനായി വന്നെത്തുന്നവരാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന പലരും. എന്നാൽ ആ തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ട് നന്മയ്ക്ക് വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും. ആ സത്യം തിരിച്ചറിയുന്നവരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് സ്വാമി അറിയിച്ചു. അതിനുശേഷം അവിടേക്ക് എത്തിയ അവന്തിക്കും മൂർത്തിക്കും അവിടെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനായി സ്വാമിനിയോട് പറയുന്നു. അപ്പോഴാണ് ഗോകുലും അർച്ചനയും കൂടി യാത്രയ്ക്കായി ബാഗെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവരുടെ കയ്യിലിരിക്കുന്ന ബാഗ് കണ്ട് ശിശിരയെ അതിശയത്തോടെ നോക്കി ശിശിരടുത്തിയോട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയായിരുന്നു അർച്ചന. ഗൗരിമോളുടെ കാര്യം ഞാൻ ചേച്ചീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഒരാപത്തും മോൾക്ക് വരുത്തരുതെന്നും മോളെ ഒരു രീതിയിലും സങ്കടപ്പെടുത്തരുത് എന്നും ഓർപ്പിച്ചു. ഇല്ല, ഞാനല്ലേ അവളെ നോക്കുന്നത്, എന്നെ അത്ര വിശ്വാസമില്ലേ എന്ന് ശിശിര പറയുമ്പോൾ അത് കേട്ടുനിന്ന ഗോകുൽ പറഞ്ഞു, അത് തന്നെയാ പ്രശ്നം. നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണ്ടേ, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ രാജീവിന്റെ കാര്യവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ശിശിരയെ പറഞ്ഞ് ഏർപ്പെടുത്തുകയായിരുന്നു അർച്ചന. അപ്പോഴേക്കും അർച്ചനയുടെ വാക്കുകൾ കേട്ട് നിൽക്കുന്ന ശിശിരയെ നോക്കി ഗോകുല് പറഞ്ഞു, നിനക്കിതൊക്കെ എല്ലാം അറിയാം. ആ ഒരു ഭാവമാണ് നിന്റെ മുഖത്ത്. എല്ലാം നീ മനസ്സിലാക്കിയിരിക്കട്ടുമുണ്ട്. എന്നാൽ ഒരു കാര്യം നീ തിരിച്ചറിയണം, നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ചുമതല നിനക്കാണുള്ളത്, അല്ലാതെ മറ്റാരുമല്ല ആ ചുമതല ഏറ്റെടുക്കേണ്ടത്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിനക്ക് നല്ലതെന്ന് ഗോകുൽ ഉപദേശിക്കുമ്പോൾ അതെല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കുന്ന ശിശിരയുടെ മുന്നിലേക്ക് ബാഗുമായിട്ട് വന്നെത്തുകയായിരുന്നു ശോഭ. ഇത് കണ്ടതും വളരെ അതിശയത്തോടെ അരികിലേക്ക് എത്തിയ അമ്മയോട് ഗോകുൽ ചോദിച്ചു, അല്ല അമ്മ ഇതെങ്ങോട്ടായി ബാഗൊക്കെ ആയിട്ട്?
ഉടനെ ശിശിരയും വന്ന് അതേ ചോദ്യം തന്നെ ചോദിച്ചപ്പോ ശോഭ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം ആശ്രമത്തിലേക്ക് വരിക. അതെന്താ ഇപ്പൊ അമ്മ ഇങ്ങനെ ഒരു ആലോചന വെച്ചത്? അവന്തിക ഞങ്ങൾക്കൊപ്പം സഹായത്തിനായിട്ട് അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ശോഭ പറഞ്ഞു, അതെന്താ എനിക്ക് എന്റെ മോളുടെ സഹായത്തിന് കൂടെ വന്ന് നിന്നൂടെ? അതെന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇത് കേട്ടതും തനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലേ, വന്ന് നിന്നോളൂ എന്ന ധാരണയിൽ വേഗം തന്നെ തന്റെ കൂടെ പോന്നോളൂ എന്ന് ഗോകുലും അർച്ചനയും ഓർമ്മപ്പെടുത്തുമ്പോൾ ശിശിര പറഞ്ഞു, അതെ ഇപ്പോ ഗൗരിമോളുടെ കാര്യവും രാജുവേട്ടന്റെ കാര്യവും ഞാൻ നോക്കണം, പിന്നെ അടുക്കള കാര്യവും നോക്കണം. ഇതെല്ലാം കൂടെ എങ്ങനെയാ എന്നെ കൊണ്ട് സാധിക്കുക എന്ന് ചോദിച്ചപ്പോ ശോഭ പറഞ്ഞു, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനായി ഗൗരിമോള് വരുമ്പോൾ മോൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലുമാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ മോള് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ അതോടെ നിന്റെ അവസാനമായിരിക്കും എന്ന് ശോഭ ഒന്ന് താക്കീത് നൽകുകയായിരുന്നു. ആ സമയത്ത് തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന അഹങ്കാരം നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് തരണം ചെയ്യാൻ അവന്തിക്ക് ഒപ്പം ഉണ്ടല്ലോ എന്ന സമാധാനത്തിൽ ശോഭ ഗോകുലിന്റെ കൂടെ കാറിലേക്ക് കയറാനായിട്ട് ഇറങ്ങി. അപ്പോഴും അവരെ നോക്കി ആകെ വേദനയോടെ നോക്കി നിൽക്കുന്ന ശിശിരയോട് വീണ്ടും മര്യാദയ്ക്ക് രാജീവിന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ആ സമയത്ത് രാജീവിന്റെ അടുത്തേക്ക് പോവുകയോ രാജീവിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത നിനക്ക് അത് വലിയ ഭാരമായി തോന്നുമെന്ന് ഗൂഗിൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അതിനുശേഷമാണ് അവരവിടുന്ന് യാത്ര പുറപ്പെടാനായി കാറിനടുത്തേക്ക് ചെന്നത്. കാർ സ്റ്റാർട്ട് ചെയ്തിട്ടും വണ്ടി മുന്നോട്ട് നീങ്ങാത്തത് കൊണ്ട് അടുത്ത് നിന്ന് ശിശിര പറഞ്ഞു, ഗൂഗിൾ ഇതൊരു ദുശകനമാണല്ലോ ഇങ്ങനെ ഒരു കാഴ്ച എന്ന് പറഞ്ഞപ്പോ ഇതൊരു ദുശകനമല്ല, നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു മെക്കാനിക്കിനെ വിളിക്കാം, അതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്ന് പറഞ്ഞ് വേഗം ഒരു മെക്കാനിക്കിനെ വിളിക്കുകയാണ് ഗൂഗിൾ. ആ സമയത്ത് സച്ചി റെഡിയായിട്ട് കുറെ നേരമായി കാത്തുനിന്നു. ഇത്രയും നേരമായിട്ടും വക്കീലിന്റെ കോളെന്താ വരാത്തത് എന്ന സംശയമായിരുന്നു. അപ്പോഴേക്കും ആ സമയത്ത് വക്കീലിന്റെ കോള് തന്നെ തേടി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ സച്ചിൻ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം താൻ വക്കീലിനോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തത്. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും വെറും കക്ഷിയും വക്കീലും മാത്രമായിരിക്കണം, അതിലപ്പുറം നമുക്ക് ഇടയിൽ യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അന്ന് താൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന കാര്യം ഓർത്ത് വേദനയോടെ നിന്നു. എന്തായാലും ഇനി അങ്ങനെ ഒരു ബന്ധമാണ് നമുക്കിടയിലുള്ളതെന്ന് പറഞ്ഞതിന്റെ ദേഷ്യത്തിലായിരിക്കുമോ ഇനിയിപ്പോ വക്കീല് ഫോൺ പോലും വിളിച്ചിട്ട് എടുക്കാത്തത്? ഫോണിപ്പോ സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത് എന്നുകൂടി ആലോചിച്ച് ഇനി എന്തായാലും കാത്തു നിൽക്കുന്നില്ല എന്ന തീരുമാനത്തിലെത്തി ശശി വേഗം തന്നെ ആരതിയെക്കുറിച്ച് വിവരം അറിയാനായി ആരതിയുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. ഓഫീസിലുണ്ടായിരുന്ന സ്റ്റാഫ് കോൾ എടുത്തതും ആരതി മാഡം ഇല്ലേന്ന് അന്വേഷിച്ചപ്പോൾ ആരതി മാഡം വരാൻ കുറച്ച് വൈകും, എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങളുടെ കേസിന്റെ കാര്യം എന്തെങ്കിലും ആണെങ്കിൽ ബാക്കി പേപ്പേഴ്സൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കാൻ സാധിക്കുമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല എന്ന് വേഗം തനിക്ക് ആരതി മേഡത്തെ ഒന്ന് കാണേണ്ടതായിരുന്നു, ഞാൻ സച്ചിയാണെന്ന് പറഞ്ഞപ്പോൾ ഓ സാറായിരുന്നോ, ഇപ്പൊ തന്നെ പല ക്ലയൻസും വന്ന് മേഡത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മേഡത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാ, എവിടെ പോയെന്നോ എന്ത് പറ്റിയെന്നോ അറിയില്ല എന്ന് പറഞ്ഞതോടെ ആകെ ടെൻഷനായി സച്ചിക്ക്. ശരിക്കും തന്നെ തഞ്ചാക്കി താൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാനാകാതെ അവിടെ നിന്ന് പോയതാണോ എന്ന ആശങ്ക സച്ചിയുടെ മനസ്സിനെ അലട്ടി. എന്തായാലും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഇന്ന് തന്നെ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഗോകുലും അർച്ചനയും നേരെ കാറിലേക്ക് കയറാനായി പോയപ്പോഴായിരുന്നു ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോഴേക്കും സച്ചി ആരതിയെ കണ്ടെത്താനായി വക്കീൽ ഓഫീസിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഈ സമയത്താണ് അവന്തിക ആശ്രമത്തിലെത്തി തന്റെ വരുതിയിലാക്കാനായി സ്വാമിയുടെ മുന്നിലെത്തി സ്വാമിയെ കാര്യങ്ങൾ പറഞ്ഞ് സ്വാമി മനസ്സിലാക്കിച്ച് തന്റെ കൂടെ നിന്ന് എല്ലാ വിജയത്തിനും തന്റെ ഒപ്പം സ്വാമി നിൽക്കുമെന്നുള്ള അഹങ്കാരത്തിൽ അവന്തിക സ്വാമിയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചില ഓഫേഴ്സ് സ്വാമിക്ക് മുന്നിൽ വെച്ചു. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ട പഠനോപകരണങ്ങൾ നൽകി പല പഠന സഹായങ്ങളും നൽകാൻ അവന്തിക അസോസിയേറ്റ്സ് തയ്യാറാണെന്നും ഇപ്പോൾ തന്നെ അവന്തിക അസോസിയേറ്റ്സിന്റെ കീഴിൽ പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നും അവന്തിക അഹങ്കാരത്തോടെ പറയുമ്പോൾ അത് കേട്ട സ്വാമി പറഞ്ഞു, ശരി, എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, എനിക്ക് കൂടുതലൊന്നും താല്പര്യമില്ല ഇപ്പോൾ നിങ്ങൾ വെച്ച ആ ഓഫർ, അതിലപ്പുറം ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ കുട്ടികളുടെ പഠന കാര്യങ്ങൾ അതിൽ വേണ്ട, മറിച്ച് ഇവിടെ ജീവിക്കുന്ന കുറെ കുട്ടികൾക്ക് ഒരു നേരത്തെങ്കിലും അന്നദാനം നൽകാന്നതിന് വേണ്ടി നിങ്ങൾ ഒരു ചാക്ക് അരി വേണമെങ്കിൽ ഇവിടേക്ക് സംഭാവനയായിട്ട് നൽകിക്കോ, അതിൽ കൂടുതലൊന്നും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല, അതിൽ കൂടുതൽ പറ്റാൻ താല്പര്യവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം
വേഗം തന്നെ അവിടുന്ന് പോകുമ്പോൾ അവന്തികയെ നോക്കി മൂർത്തി പറഞ്ഞു, മാഡം നമ്മളാകെ പെട്ടുപോകുമല്ലോ, ആള് അമ്മനും വില്ലിനും അടുക്കുന്നില്ലല്ലോ എന്ന്. അത് കേട്ടതും അയാളെ തീർക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക തല കുലുക്കുന്നു.